തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ യാത്ര ചെയ്താൽ ബോണക്കാട് ബംഗ്ലാവിലെത്താം. തേയിലത്തോട്ടങ്ങൾക്കിടയിലാണ് ഈ ബംഗ്ലാവ് ഉള്ളത്. 68 വർഷം പിന്നോട്ട് യാത്ര ചെയ്യണം. ബോണക്കാട് തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഒരു വിദേശിയാണ് ഈ ബംഗ്ലാവ് നിർമ്മിക്കുന്നത്. കുടുംബവുമൊത്ത് ഇയാൾ ഇവിടെ സന്തോഷ ജീവിതം നയിച്ചു വരവേ 13 വയസ്സുള്ള മകൾ മരണപ്പെടുന്നു. എന്നാൽ ഈ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. ആരോ കൊലപ്പെടുത്തിയതാവാം എന്ന രീതിയിൽ കഥകൾ പ്രചരിച്ചു. കുട്ടിയുടെ മരണത്തിൽ തളർന്നുപോയ ഈ ബ്രിട്ടീഷ് കുടുംബം തിരികെ ലണ്ടനിലേക്ക് മടങ്ങി. ആർക്കും വേണ്ടാത്ത ആ ബംഗ്ലാവ് അനാഥമായി. കാടുപിടിച്ച് അസൽ ഒരു പ്രേതാലയമായി മാറി. എന്നാൽ മരിച്ച പെൺകുട്ടിയുടെ ആത്മാവ് അവിടം വിട്ടുപോയില്ലെന്ന് ബോണക്കാട്ടെ തേയിലത്തൊഴിലാളികളാണ് ആദ്യം സാക്ഷ്യപ്പെട്ടത്. പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് പല അനുഭവങ്ങളുമുണ്ടായി. ഈ പരിസരത്തു കൂടി പോകുമ്പോൾ ഒരു കുട്ടിയുടെ നിലവിളി പലപ്പോഴും കേട്ടിട്ടുള്ളതായും തൊഴിലാളികൾ പറയുന്നു. രാത്രികാലങ്ങളിൽ ഇതുവഴി വരാൻ പലരും ഭയന്നു തുടങ്ങി. രാത്രിയിൽ ഒരു കുട്ടി ബംഗ്ലാവിൻ്റെ മുറ്റത്ത് നടക്കുന്ന കാഴ്ച വരെ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഒരിക്കൽ സമീപവാസിയായ ഒരു പെൺകുട്ടി വിറകു പിറക്കാൻ ബംഗ്ലാവിൻ്റെ പരിസരത്തെത്തുകയുണ്ടായി. എന്നാൽ തിരികെ എത്തിയ ആ കുട്ടി പിന്നീട് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ ആരംഭിച്ചു. അന്ന് മരണപ്പെട്ട കുട്ടിയുടെ ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചതാണ് ഇതിന് കാരണമെന്ന് ഇവിടുത്തുകാർ ഉറച്ചു വിശ്വസിക്കുന്നു. ബംഗ്ലാവിലെ സത്യം തിരിച്ചറിയാൻ ചിലർ ഇവിടെ എത്തുകയും രാത്രി തനിച്ച് താമസിക്കാനും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ പിറ്റേന്നു രാവിലെ ബോധരഹിതരായ ഇവരെ തൊഴിലാളികളാണ് കണ്ടെത്തുക. രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും വ്യക്തമല്ല. പ്രശസ്ത ഹിൽ സ്റ്റേഷനായ പൊന്മുടിയിൽ നിന്ന് ബോണക്കാട് എസ്റ്റേറ്റിലേക്ക് 36 കിലോമീറ്റർ ദൂരമുണ്ട്. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബോണക്കാട്ടേക്ക് KSRTC സർവീസ് നടത്തുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ബിലോ.